മരണത്തെ പേടിക്കുന്നവനല്ല ക്രിസ്ത്യാനി. പ്രൈസരെ, ഉപദ്രവങ്ങളെ പേടിക്കുന്നവനല്ല ക്രിസ്ത്യാനി. മനുഷ്യന്റെ മുഖം നോക്കി പേടിച്ചരണ്ട് പ്രസംഗിക്കുന്നവനല്ല ക്രിസ്ത്യാനി. സമൂഹത്തെ നോക്കുന്നവനല്ല, വ്യക്തികളെ നോക്കുന്നവനല്ല, ദൈവരാജ്യത്തെ നോക്കുന്നവനാണ് ക്രിസ്ത്യാനി. ദൈവത്തെ നോക്കുന്നവനാണ് ക്രിസ്ത്യാനി. ആ ദൈവത്തെ ജീവിക്കുന്ന, ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ് ക്രിസ്ത്യാനി. ഏത് പ്രതികൂലത്തിലും, ഏത് കൊടിയ കൊടുങ്കാറ്റിലും, മഴയിലും, എത്ര വലിയ കടും ചൂടുള്ള സമയത്തും, ഏത് മരുഭൂമിക്കകത്ത് ആരാധന വച്ചാൽ ആ കാലാവസ്ഥകൾ നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ, പ്രതികൂലങ്ങളിൽ അകത്തുകൂടെ നടന്ന് ആരാധിക്കുന്നവരാണ് ചൈനയിലെ വിശ്വാസികൾ, അറേബ്യൻ കൺട്രികളിലെ വിശ്വാസികൾ. അവർക്ക് അവിടെ ബൈബിൾ എടുത്താൽ തലവെട്ടും, ആരാധിച്ചെന്ന് പറഞ്ഞാൽ കൈവിട്ടും. അവർ ഏത് നിമിഷവും വെടിയുണ്ടകളുടെ നടുവിലാണ്. പക്ഷെ 1500 കിലോമീറ്ററും 150 കിലോമീറ്ററും ഒക്കെ നടന്ന് കാട്ടിനകത്തെ രഹസ്യ സങ്കേതങ്ങളിൽ തീവ്രമായ ദൈവസ്നേഹത്തോടെ ഒരു ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും താല്പര്യത്തോടെ ബൈബിൾ വായിക്കുന്ന, ആരാധനകളെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൽ വിശ്വസിക്കുക, തന്റെ ഇടപെടുക. ക്രിസ്തുവിന്റെ ധൈര്യം നിന്റെ അകത്ത് വരുമ്പോൾ നീ ഒരു സിംഹക്കുട്ടിയെ പോലെ പുറത്തു വരും. നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ആരാധിക്കണം. എനിക്കെന്റെ യേശുവിനെ ആരാധിക്കണം, എനിക്കെന്റെ കർത്താവിനെ ആരാധിക്കണമെന്ന് ഒരു വലിയ വാഞ്ച നിങ്ങളുടെ അകത്ത് എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.